ഏപ്രിൽ 19 ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള പരശുരാമപുരം മാരിയമ്മൻ കോവിലിലെ മാരിയമ്മൻ പൂജയാണ് കേട്ടോ. അപ്പോൾ മാരിയമ്മൻ പൂജയ്ക്ക് രാവിലെ തന്നെ അഭിഷേകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ ഡോള് അതുണ്ടായിരുന്നു രാവിലെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അഭിഷേകം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അഭിഷേകം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അടുത്ത മാസം തന്നെ ഇവിടെ കുംഭാഭിഷേകം ഡേ വരികയാണ്. അപ്പോൾ ഇവിടെ എല്ലാ അമ്പലങ്ങളിലൊക്കെ കുംഭാഭിഷേകം ഡേയും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മാരിയമ്മൻ പൂജയും അടുത്ത മാസം ഇതാകുമ്പോൾ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആന രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു മാരിയമ്മൻ കോവിലിൽ പൂജയുണ്ട് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയി. അപ്പോൾ വൈകുന്നേരം ആന ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കളി ഉണ്ടായിരുന്നു, DJ ഡാൻസ് അതുണ്ടായിരുന്നു. പിന്നെ അവിടെ കോലം ഇട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധു അവരുടെ കളി കാണാൻ വേണ്ടി പോയി നിൽക്കുകയായിരുന്നു. ഞാൻ കട തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കടയും അത് കാണുകയും ചെയ്യാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി നിന്നതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവരങ്ങനെ അത് കൊട്ടും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവർ കമ്പം മുള എടുക്കാൻ പോവും. അതൊരു വലിയൊരു മുളയിൽ മേലെ ബലൂണൊക്കെ കെട്ടിയിട്ട് പൈസ എന്തോ അതിൻ്റെ മേലെ കെട്ടി വെക്കും. എന്നിട്ട് അതവിടെ കൊടുന്നിട്ട് വെച്ചിട്ട് 7ാമത്തെ ദിവസം അത് എടുക്കും. അത് താഴ്ത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസയോ എന്തൊക്കെയോ കിട്ടും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെയാണ് സംഭവം. പിന്നെ വൈകുന്നേരം ഇവർ അവിടെ കുറച്ച് നേരം കൊട്ടലും അമ്പലത്തിലുണ്ടാവും. പിന്നെ നല്ല തായമ്പകി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പം മുള. അവിടെ കണ്ടില്ലേ നേരത്തെ ഒരു മുള, അതിൻ്റെ മേലെ ബലൂണൊക്കെ വെച്ചിട്ട് അവിടെ കുങ്കുമം മാല അത് പൂജിക്കും ഇവർ എല്ലാ ദിവസവും. 7 ദിവസവും അതിന് പൂജിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സത്യകുംഭം അത് പുഴയിൽ പോയിട്ട് വെള്ളം അത് പുതിയത് നിറച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഇവരിനി കൽപ്പാത്തി അമ്പലത്തിൽ പോയിട്ട് ആദ്യം പോയിട്ട് അവിടെ നിന്നാണ് വെളിച്ചപ്പാടിന് ഇതാക്കിയിട്ടൊക്കെ ഇളകിയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും അവിടെയൊക്കെ പോയിട്ട് അത് വരും. അപ്പോൾ ഇപ്രാവശ്യം ആനയെന്നുണ്ടായി. പിന്നെ അവിടെ ഇപ്പോൾ വെളിച്ചപ്പാടും ഇല്ല. അപ്പോൾ അത്ര ഇതൊന്നുമല്ല. എനിക്ക് വെളിച്ചപ്പാടും ഇതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഭക്തി അങ്ങനെയൊക്കെ വരാറ്. ഇപ്പോൾ കുറച്ചായിട്ട് വെളിച്ചപ്പാടില്ല. എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ മാരിയമ്മൻ പൂജ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് രാത്രി അവർ 11:30 12 ആവാറായി. അപ്പോഴാണ് അവിടുന്ന് എഴുന്നള്ളത്ത് വരുന്നത്. 2 കുംഭം തലയിൽ വെച്ചിട്ട് അഗ്നിച്ചട്ടിയൊക്കെ എടുത്തിട്ട് അവർ അമ്പലത്തിന് ചുറ്റും വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വെക്കും. എന്നിട്ട് പൂജ ഉണ്ടാവും. ആ പൂജയിൽ മാവിളക്ക് കണ്ടില്ലേ, ഈ മാവിളക്ക് കൊണ്ടാണ് ആ കുംഭം വരുമ്പോൾ ഇവർ സ്വീകരിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം പൂജ, ഈ കുംഭം കൊണ്ടുവന്ന് വെച്ചാൽ പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ കഴിഞ്ഞു പരിപാടി. കഴിഞ്ഞ് പിന്നെ പടക്കം പൊട്ടിക്കലായിരുന്നു. പിന്നെ ആ പൂജയിലാണ് ഈ മാവിളക്ക് ഇതിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വയ്ക്കാം, വെച്ചിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. അവരതൊക്കെ പൂജിക്കും കൊടുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് തരം അടിച്ച് പൊളിക്കലാണ് ഇവിടെ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.